മറന്നുപോയ ലഹരിക്ക് വിളിച്ചുണർത്തി ബോധവൽക്കരണം. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, കുടിയന്മാർ മുതലെടുക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ചും പ്രത്യേക ക്ലാസ്. ഡെഡ് ബോഡി എടുക്കേണ്ട സമയമായി എന്തോ ഒരു ചെറിയ കശപിശ പോലെ ഒരു വർത്തമാനമൊക്കെ കുറച്ച് അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. ഇയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നം എന്നറിയുമോ? ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഏർപ്പാടും കഴിഞ്ഞാൽ കഴിക്കേണ്ട മദ്യം എത്തിയിട്ടില്ല. എന്താണ് ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സ്വന്തം സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. ബോധവൽക്കരണം ഇനിയും ശക്തമാക്കുമെന്ന് പിണറായി. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. മോദി ഇന്ത്യ എന്താണെന്ന് അറിയണമെന്ന് പിണറായിയുടെ മുന്നറിയിപ്പ്. അത് നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ ഗവൺമെന്റിന് എന്ത് അവകാശം? ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. പിണറായിയുടെ വാക്കുകളിൽ പതറി മോദി രാജ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ. അബുവിന്റെ പാലൊഴിച്ച് പ്രതിഷേധം വൈറലാകുന്നു. മോദിയുടെ അച്ഛാദിൻ കരിദിനമായെന്ന് കാർട്ടൂൺ പുലികൾ. സംസ്ഥാനത്ത് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതു മന്ത്രിസഭ വിഷയങ്ങൾ ഓരോന്നോരോന്നായി പഠിച്ച് വേണ്ട നടപടികൾ എടുത്തു വരികയായിരുന്നു. ഇതിൽ പ്രധാനമായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യത്തിലായിരുന്നു. വളരെ ലഹരി പിടിപ്പിച്ച ആ പഠനത്തിൽ കള്ളുമന്ത്രി മുട്ടിന് വാർത്താലേഖകരെ കണ്ട് വിവരങ്ങൾ പങ്കുവച്ചു. ഇപ്പോൾ ശരിയാകുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നെങ്കിലും എല്ലാം മോദി മുക്കി. 500ഉം 1000ഉം നിരോധിച്ചതോടെ കള്ള് ചർച്ചയുമില്ല, ലഹരി പിടുത്തവുമില്ല. എന്നാൽ പിണറായി മുഖ്യൻ അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം ഏറ്റെടുത്താൽ എന്ത് ഭൂകമ്പം ഉണ്ടായാലും അത് ഓർക്കും, നടത്തും. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, പ്രാർത്ഥന കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ആളുകൾക്കുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സാണ്. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ മുന്നിലേക്ക് ഒരു കഥ തന്നെയാണ് സഖാവ് പറയാൻ പോകുന്നത്. കഥയ്ക്കൊപ്പം അതിനുതകുന്ന ദൃശ്യാവിഷ്കാരവും ഉണ്ടാകും. എന്നാലല്ലേ കാണുന്നവർക്ക് അതെന്നും ഓർമ്മയിലുണ്ടാകും. കുറച്ച് നാൾ മുൻപ് ഒരിടത്ത് നടന്നൊരു കാര്യം, ഇവിടെ അടുത്തല്ല, എന്നാലും നമുക്ക് അറിയാത്ത സ്ഥലമല്ല, നമ്മുടെ ജില്ലയല്ല എന്ന് മാത്രം. ഒരു മരണം നടന്നു. ആ മരണം നടന്ന വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, നാടാകെ അംഗീകരിക്കുന്ന, അങ്ങനെ ചിലരുണ്ടാവുമല്ലോ, അയാൾ ചെല്ലുകയാണ്. അയാൾ ചെയ്യുന്നു. അപ്പോൾ ഡെഡ് ബോഡി എടുക്കേണ്ട സമയമായി എന്തോ ഒരു ചെറിയ കശപിശ പോലെ ഒരു വർത്തമാനമൊക്കെ കുറച്ച് അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. ഇയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നം എന്നറിയുമോ? ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഏർപ്പാടും കഴിഞ്ഞാൽ കഴിക്കേണ്ട മദ്യം എത്തിയിട്ടില്ല. എന്താണ് ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സ്വന്തം സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. മദ്യത്തിലേക്ക് ഞങ്ങൾ എടുക്കില്ല. എന്താണ് അതുമായി ബന്ധപ്പെട്ടവരുടെ നിലപാട്? ഇത് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതായിരുന്നു. ഫ്രണ്ട്സ്, ചൂടാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടിയിലേ ഇരിക്കുന്നത്. വലിയ തുകയൊന്നും ആകത്തില്ല, ഒരു 10,000 രൂപയാവും. അവിടെ പിന്നെ ആരുമില്ല, ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോന്നവനാ. ആര്, നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പോ വന്നെന്ന് മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ ഒക്കില്ല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട, പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തില്. വേഗം വാരിയിരുന്ന് വണ്ടി കയറ്റേ. പോ പോ പോ.
ഈ വാർണിഷ് ഇവിടെ ഇരിക്കട്ടെ. നാട് വളരെ അപരിഷ്കൃതമായിരുന്നല്ല കേട്ടോ. പെർളശ്ശേരിയെ പോലെ തന്നെയുള്ള ഒരു നാടാണ്. പെർളശ്ശേരി പിണറായി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു നാട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജില്ലയല്ല എന്ന് മാത്രം. ഇതാണ് അവസ്ഥ. ഇതൊക്കെ ഒരു അവകാശമാണ് എന്ന തോന്നൽ മട്ടിലുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത്തരം പൊതുവായ കാര്യങ്ങളിൽ മദ്യം ഉപയോഗിക്കില്ല എന്ന നിലപാടില്ല. മദ്യം കൊണ്ടുണ്ടാകുന്ന ആപത്ത് ചെറുതല്ല. ഒന്നാമത് പൈസ കൊടുത്ത് കഴിച്ച് വികൃത രൂപമാകുവാണല്ലോ. മദ്യം കഴിച്ചവരെ നോക്കിക്കോളി, അപ്പൊ തന്നെ അവരുടെ ഒരു മാറ്റം വരികയില്ലേ? മുഖത്തിന് തന്നെ ഒരു മാറ്റം വരികയാണല്ലോ, ഭാവങ്ങളിൽ മാറ്റം വരികയാണല്ലോ, രീതികളിൽ മാറ്റം വരികയാണല്ലോ. മദ്യം കഴിക്കുന്നതിന് മുൻപ് കണ്ട അച്ഛനെയല്ലോ പിന്നെ കുഞ്ഞുങ്ങൾ ഈ കഴിച്ചതിന് ശേഷം കാണുന്നത്. വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മദ്യത്തിന് അടിപ്പെട്ടതിന്റെ ഭാഗമായി എത്രയോ അനുഭവിക്കരുത്, ആളുകൾ അനുഭവിക്കരുത്. അപ്പൊ ഇതിൽ നിന്ന് പൂർണ്ണമായും വിമുക്തി നേടാനാവണം. ക്ലാസ്സിൽ ആകർഷകരായ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തോട് എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ ആളുകളെ ബോധവൽക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നായിരിക്കും സഖാക്കൾക്ക് അറിയേണ്ടത്. ചോദിച്ചോളൂ. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്? പിന്നല്ലാതെ. ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ശരിയാ, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തുറന്നു പറയണം, സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ? ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്കിപ്പില്ല. അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം. അനാവശ്യം പുലമ്പരുത്. കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ. ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ? വാസ്തവം. പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാട്ടിൽ ആര് മരിച്ചാലും അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിന് താഴെ 3X ശേഷം തൽക്കാലം എന്നും എഴുതി കാണാറുണ്ട്. 3X ആയതുകൊണ്ട് റം തന്നെ വേണമെന്നൊന്നും അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് നിർബന്ധമില്ല. ബ്രാൻഡി ആയാലും കുടിച്ചോളും. എന്തായാലും സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ദിവസങ്ങൾക്ക് ശേഷം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പേര് കേട്ടതിൽ സന്തോഷം. ഇനി ഇതിൽ ലഹരി പൂണ്ട് മദ്യം വാങ്ങാൻ ആരും പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇനി പിണറായി കടക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലേക്കാണ്. ഈ വിധത്തിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തി ഒളിഞ്ഞിരിക്കുന്ന മോദിയെ പിടികൂടാൻ, പുകച്ച് പുറത്ത് ചാടിക്കാൻ. ഇപ്പം നമ്മുടെ ഒരു രാജ്യത്ത് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ഇവിടെ കൂടിയിട്ടുള്ളവരാരും വൻപിച്ച പണക്കാരൊന്നുമല്ല. എന്നാൽ തങ്ങളുടേതായ ന്യായമായ വരുമാന മാർഗത്തിലൂടെ ഉണ്ടായിരുന്ന ചില്ലറ സമ്പാദ്യം ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തിനാ പണം നിക്ഷേപിക്കുന്നത്? ഒരാവശ്യം വരുമ്പോൾ എടുക്കാനാണല്ലോ. നിങ്ങൾ പണം സമ്പാദിക്കുന്നതും പണം നിക്ഷേപിക്കുന്നതും തെറ്റല്ലാലോ. നിയമപരമായിട്ടൊരു തെറ്റും അതിനകത്തില്ലാലോ. ഒരു കള്ളവും ചെയ്യാതെ നേരായ മാർഗത്തിൽ സമ്പാദിച്ച പണം അത് നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ ഗവൺമെന്റിന് എന്ത് അവകാശം? ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. അതീവ ഗൗരവമായ പ്രശ്നമല്ലേ? നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശമല്ലേ ഇല്ലാതാക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പണം കിട്ടിയാൽ ആ പണത്തിലെല്ലാം ഓരോ നോട്ടിലും റിസർവ് ബാങ്ക് ഗവർണർ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്, ഇത്രയാണ് ഇതിന്റെ മൂല്യം. അത് ആ കടലാസല്ലേ, വെറും കടലാസല്ലേ? ഇപ്പൊ ഇതൊരു നോട്ടാണെന്ന് ആരെങ്കിലും പറയും. എങ്ങനെയാണ് മറ്റത് നോട്ടായിട്ട് വരുന്നത്? അതിനതിൻ്റെതായ മൂല്യമുണ്ട്, ഒരു കരാറാണ്. ആ പണം ക്രയവിക്രയം ചെയ്യാനുള്ളതാണല്ലോ. ഇട്ട ബാങ്കിൽ നിന്ന് അത് എടുക്കാൻ പാടില്ല.
ഏതെങ്കിലും ഒരു സമയത്തതയുള്ള ഗവൺമെന്റ് പറയുമോ? ജനാധിപത്യ ബോധത്തിന്റെ കണിക തൊട്ടു തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയുമോ അങ്ങനെ ഒരു കാര്യം? വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. എന്തൊക്കെയാണ് ഇപ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇനി പണമേ നിങ്ങൾ ഉപയോഗിക്കണ്ട, എല്ലാവരും മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോളൂ. ഈ പറയുന്ന മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തുന്ന എല്ലായിടങ്ങളിലും അവരവരുടേതായ നാണയങ്ങളുണ്ട്. നാണയത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളെയും കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തോ അത് മഹാഭൂരിഭാഗം. ചിലയിടങ്ങളിലൊന്നും ഈ പറയുന്ന മറ്റു സംവിധാനങ്ങൾ എന്താണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന അവസ്ഥയുണ്ട്. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. കള്ളപ്പണം തടയാനാണെന്നാ പറഞ്ഞത്. ഏത് കള്ളപ്പണം തടഞ്ഞത്? കള്ളപ്പണക്കാരെങ്കിലും ഇപ്പോൾ നോട്ട് കെട്ട് ഉണ്ടാക്കുന്നുണ്ടോ എവിടെയെങ്കിലും? കള്ളപ്പണം സൂക്ഷിക്കാൻ അവരുടേതായ രീതികളില്ലേ? ആ കള്ളപ്പണക്കാരെ മുഴുവൻ സംരക്ഷിച്ചു കൊടുത്തിരിക്കല്ലേ? വിദേശത്ത് പണം സൂക്ഷിച്ച മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചു കൊടുത്തിരിക്കല്ലേ? അവരുടെ ലിസ്റ്റ് പോലും പുറത്തു വിട്ടിട്ടില്ലാരോ? ഒരു സാമാന്യ ബുദ്ധിയുടെ പ്രശ്നം ആലോചിക്കണം നമ്മൾ. മക്കൾക്ക് ഒരു നേരം വയറുറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അതാണ് പറഞ്ഞത് സമചിത്തത എന്നൊന്നില്ല എന്നത്. ജനാധിപത്യ രീതികളാകെ മറന്നു പോവുകയാണ്. ഇത് നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ ഉള്ള കാര്യം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇതിലെല്ലാം ഇടപെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എന്തെങ്കിലും തരണേ എന്നാവശ്യപ്പെട്ട് മണിമന്ത്രി ഐസക് പോയിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഇനി പിണറായിയുടെ രൗദ്രഭാവം കണ്ടെങ്കിലും എന്തെങ്കിലും കനിയുമോ ആവോ? ഇനി എന്തെങ്കിലും നടന്നാൽ അപ്പോൾ MM ഹസ്സൻ ഗാന്ധി പറയും മോദി പിണറായിയുടെ ആളാണെന്ന്. കാണാം, കണ്ടറിയാം. ഇനി കഴിഞ്ഞ ആഴ്ച മോദിക്കെതിരെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും മികച്ച സമരത്തിലേക്കാണ് ഇടവേള ഒന്ന് കഴിഞ്ഞോട്ടെ. മോടി പിടിച്ചൊരു പുലിയച്ചൻ, നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചങ്ങാതി എന്ന അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്.